ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു സാബത്ത് ദിവസം യേശുനാഥൻ്റെ ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ വിശന്നിട്ട് കുറച്ച് കതിരുകൾ പറിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിരുന്ന ഫരിസേയർ യേശുനാഥൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ യേശു ആകട്ടെ ശിഷ്യന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഫരിസേയരോട് തർക്കിക്കുകയാണ്. അപ്പം ഈ ഫരിസേയരുടെയും യേശുവിൻ്റെയും ചിന്താഗതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത്. ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാം എന്ന് ആലോചിച്ചിട്ടാണ്. എന്നാൽ അവിടെ ജീവിച്ചിരുന്ന ഫരിസേയർ മനുഷ്യരെ എങ്ങനെ ശിക്ഷിക്കാം എന്ന് ആലോചിച്ച് ജീവിച്ചിരുന്നവരാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി ദൈവിക നിയമങ്ങളുടെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കാനല്ല, അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ നൽകി അവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല. എന്നാൽ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് നന്മ നിറഞ്ഞൊരു ജീവിതം നടത്താനാണ്. ഇനി അഥവാ തെറ്റുപറ്റിപ്പോയ അവനെ കരുണയോടെ വീക്ഷിച്ച് അവനൊരു അവസരം കൊടുത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരു നേട്ടം കൊണ്ടുവരാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ് ദൈവിക നിയമങ്ങളുടെ കടമ. പക്ഷേ പല മനുഷ്യരും നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഫരിസേയരുടെ ചിന്താഗതി അതാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ അവരുടെ തന്നെ നേതാവായ ദാവീദിൻ്റെ പേര് പറഞ്ഞ് അവരോട് വാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുനാഥൻ പറയുന്നത് നിരപരാധികളെ നിങ്ങൾ കുറ്റം വിധിക്കരുതെന്നാണ്. അപ്പം അവർ എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്തു എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അപ്പം ഫരിസേയരുടെ കണ്ണിൽ അവർ ചെയ്തത് വലിയ അപരാധമാണ്. എന്നാൽ അത് അപരാധമല്ല, അവർ നിരപരാധിയാണെന്ന് ദൈവം അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് മുമ്പിലേക്ക് വരുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ നിരപരാധികളെ കുറ്റം വിധിക്കുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ദൈവമായിരിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും വാദിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന ചിന്ത നമുക്ക് വേണം. കാരണം ഈ ഫരിസേയരുടെ സകല കുറ്റങ്ങളും തെറ്റുകളും വിവേചിച്ചറിയുന്നവനാണ് യേശുനാഥൻ. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യരെ അവരുടെ തെറ്റുകളുടെ പേരിൽ നശിപ്പിക്കാതെ അവർക്ക് വീണ്ടും നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നതിനുള്ള കരുണയോടെ അവരോട് നമ്മൾ പെരുമാറണമെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് യേശുനാഥൻ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരിൽ നിന്നുമാണ്. കാരണം അവൻ്റെ അനന്തമായ കരുണ ഓരോ നിമിഷവും സ്വീകരിക്കുന്നവരാണ് നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരോട് കരുണ കാണിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അത് നമ്മൾ അവർക്ക് ദാനമായി നൽകുന്നതല്ല, അത് നമ്മുടെ കടമയാണ് മറ്റു മനുഷ്യരോട് കരുണയോടെ പെരുമാറുക എന്നുള്ളത്. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ. ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിലല്ല, രക്ഷിച്ച് പുതിയൊരു ജീവിതം കൊടുക്കുന്നതിന് യേശുവിനെ പോലെ നന്മകൾ കണ്ടുപിടിക്കാൻ. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നന്മയുണ്ട്. ആ നന്മ കണ്ടുപിടിക്കാൻ, ആ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നതിന് അവരെ സഹായിക്കാൻ നമ്മുടെ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.